പഠിക്കാനും കളിക്കാനും പ്രകൃതിയെ അടുത്തറിയാനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി പൊന്നാനി നഗരസഭ. നിളയോരത്തെ ജൈവ വൈവിധ്യ പാർക്കിൽ പുതുതായി ഒരുക്കിയ പച്ചത്തുരുത്ത് പരിസ്ഥിതി പഠന കേന്ദ്രത്തിലേക്ക് ആദ്യ പഠനയാത്ര സംഘടിപ്പിച്ചത് വെള്ളേരി GLPS വിദ്യാർത്ഥികളാണ്. പാഠപുസ്തകത്തിലെ അറിവുകൾ ക്ലാസ് മുറികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങാതെ പ്രകൃതിയുമായും ദൈനംദിന ജീവിതാനുഭവങ്ങളുമായും ബന്ധപ്പെടുത്തി പഠിക്കാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുകയാണ് പച്ചത്തുരുത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി പഠനത്തിനും വിനോദത്തിനുമുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി നഗരസഭാ ഫണ്ട് വകയിരുത്തി വിവിധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിളയോരത്തിന്റെ പ്രകൃതി രമണീയമായ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന പച്ചത്തുരുത്തിൽ കുട്ടികൾക്ക് പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കാനും കളിക്കാനും വിവിധ വിഷയങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും കഴിയും. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനൊപ്പം ശാസ്ത്രീയ ചിന്തയും നിരീക്ഷണശേഷിയും കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. പഠനയാത്രയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ഔഷധ സസ്യങ്ങളും നക്ഷത്ര സസ്യങ്ങളും ഉൾപ്പെടുന്ന പാർക്ക് നേരിൽ സന്ദർശിച്ചു. പാഠപുസ്തകങ്ങളിൽ വായിച്ച സസ്യങ്ങളെ നേരിൽ കണ്ട് അവയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും കുട്ടികൾക്ക് അവസരം ലഭിച്ചു. പ്രകൃതിയെ നിരീക്ഷിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും അറിവ് നേടുന്ന രീതിയിലുള്ള പഠനാനുഭവമാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന്റെ പ്രായോഗിക വശങ്ങളും പഠനയാത്രയിലെ പ്രധാന ഭാഗമായിരുന്നു. തുമ്പൂർമുഴി മാതൃകയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനം വിദ്യാർത്ഥികൾ നേരിൽ കണ്ടു. ജൈവ മാലിന്യങ്ങൾ എങ്ങനെ ശാസ്ത്രീയമായി സംസ്കരിക്കാം, അതിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ PSI വിജിൻ കുട്ടികൾക്ക് വിശദീകരിച്ചു. മാലിന്യ സംസ്കരണം പരിസ്ഥിതി സംരക്ഷണവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ജൈവ വൈവിധ്യ പാർക്കിലെത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നഗരസഭാ ഭരണസമിതി സ്വീകരിച്ചു. സ്വീകരണ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TK മഷൂദ്, റീന പ്രകാശൻ, ഹസീന, കൗൺസിലർ ശബനി, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സരസ്വതി എന്നിവർ സംസാരിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷനൽ സ്വാഗതവും മെമ്പർ സെക്രട്ടറി ബിജു ആനൂർ നന്ദിയും രേഖപ്പെടുത്തി. പഠനയാത്രയുടെ മറ്റൊരു ശ്രദ്ധേയമായ ഭാഗമായി ജൈവ വൈവിധ്യ പാർക്കിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച പഴങ്ങളും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ഉപയോഗിക്കാവുന്ന കായ്ഫലങ്ങളും കുട്ടികൾക്ക് കൈമാറി. ക്ലീൻ സിറ്റി മാനേജർ മധുസൂദനൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇവ കൈമാറി. പ്രകൃതിയെയും പഠനത്തെയും ദൈനംദിന ജീവിതത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന അനുഭവങ്ങളാണ് പച്ചത്തുരുത്തിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നതെന്നും അധ്യാപകർ അഭിപ്രായപ്പെട്ടു. ക്ലാസ് മുറിയിലെ പഠനത്തിന് പൂരകമായി ഇത്തരം നേരിട്ടുള്ള അനുഭവങ്ങൾ നൽകുന്നത് കുട്ടികളുടെ പഠന താല്പര്യം വർദ്ധിപ്പിക്കുമെന്നും അധ്യാപകർ പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണം ഒരു പാഠഭാഗം മാത്രമല്ല, ജീവിതത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവ് കുട്ടികളിൽ വളർത്താൻ ഇത്തരം പഠനയാത്രകൾക്ക് സാധിക്കും. പ്രകൃതിയിലെ ജൈവ വൈവിധ്യം നേരിട്ട് പരിചയപ്പെടുന്നതിലൂടെ സസ്യങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും കുട്ടികൾക്ക് മനസ്സിലാക്കാനാകും. ഷിജില, സവിത പോൾ, ധന്യ KV, ഫൗസിയ, ഫൗസിയ, നിഷാബി, ലീന എന്നീ അധ്യാപകർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. സ്കൂൾ ലീഡർ മുഹമ്മദ് റസാൻ സംഘാടക പ്രവർത്തനങ്ങളിലും പങ്കാളിയായി. പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതോടെ പച്ചത്തുരുത്ത് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്ന പരിസ്ഥിതി പഠന കേന്ദ്രമായി മാറുമെന്നാണ് പ്രതീക്ഷ. നിളയോരത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തിനൊപ്പം അറിവും അനുഭവവും പകരുന്ന ഇടമായി പച്ചത്തുരുത്ത് മാറുമ്പോൾ വെള്ളേരി GLPS വിദ്യാർത്ഥികളുടെ ആദ്യ പഠനയാത്ര അതിന് തുടക്കമിട്ടിരിക്കുകയാണ്. പ്രകൃതിയെ കണ്ടറിഞ്ഞും അനുഭവിച്ചും പഠിക്കുന്ന പുതിയൊരു പഠന രീതിക്ക് നിളയോരത്ത് തുടക്കമാവുകയാണ് പച്ചത്തുരുത്തിലൂടെ.